കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷ് നീതുവിനെ വിളിച്ച് തറവാട്ടമ്പലത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്ത വർഷം എന്നെയും കൊണ്ടുപോകണം എന്നവൾ പറയുമ്പോൾ ശരിയെന്ന് അവനും സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും നീതുവിൻ്റെ ചേട്ടൻ അഖിൽ അങ്ങോട്ട് വന്ന് അമ്മയെ വിശക്കുന്നു എന്ന് പറയുന്നത് ഹരീഷ് കേൾക്കുന്നുണ്ട്. നിന്റെ ചേട്ടൻ വന്നു എന്നവൻ ചോദിക്കുമ്പോൾ വന്നു എന്നവളും പറയാണ്. ഹരീഷെ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ എന്നും പറഞ്ഞ് അവൾ ഹാളിലേക്ക് ചെന്ന് അവിടെ ഭക്ഷണം കഴിക്കാനിരുന്ന അഖിലിൻ്റെ അടുത്ത് പോയി നിന്ന് ഹരീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാവരും കൂടി തറവാട്ടമ്പലത്തിലേക്ക് പോവുക. 4 ദിവസം കഴിഞ്ഞേ വരൂ. ഞാനും കൂടി പോയാലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പോവാം എന്ന് കരുതി. അടുത്ത വർഷം കല്യാണം കഴിഞ്ഞ് അതിനുശേഷം പോവാമെന്ന് വിചാരിച്ചു എന്നൊക്കെ അവൾ പറയുമ്പോൾ അഖിൽ അവളെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട്, എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അടുത്ത വർഷം കല്യാണം കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബെറ്റ് വയ്ക്കുന്നോ എന്നൊക്കെ അവൾ പറയുമ്പോൾ, നീ ഒന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുമോനെ, അവൾ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എന്തൊക്കെയോ പറയും എന്ന് അവൻ്റെ അമ്മയും പറയുന്നുണ്ട്. അവളും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവാണ്. അവൾ റൂമിലെത്തി ഹരീഷിനെ വിളിച്ചുകൊണ്ട്, ഹലോ ഹരീഷേ എന്ന് പറയുമ്പോൾ, നീ എന്തിനാടി അങ്ങനെയൊക്കെ പറയാൻ പോയേ എന്ന് ഹരീഷിന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കല്യാണം കഴിയും, നമ്മളെവിടെയൊക്കെ പോവും എന്നൊക്കെ അവനോട് പറയുമ്പോൾ അവൻ്റെ മുഖത്തൊരു ദേഷ്യം വരും. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. അതിനു വേണ്ടി പറഞ്ഞതാ, വെറുതെ ചിരിക്കാനുള്ള ഒരു ചാൻസ് കളയണ്ടല്ലോ എന്ന് നീതുവും ഹരീഷിനോടായി പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ സുധീഷ് എല്ലാവർക്കും പോകാനുള്ള കാറുമായി എത്തുന്നുണ്ട്. വണ്ടിയുടെ ഹോണടി കേട്ട് സിറ്റ് ഔട്ടിലെത്തിയ നിധിയും ദേ വണ്ടി വന്നു എന്നുറക്കെ പറയുന്നുണ്ട്. എല്ലാവരും റെഡിയായില്ലേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വന്ന് നികേഷ് ഇറങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. എടാ നികേഷേ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷും നികേഷിനെ വിളിക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട്. നിധിയും സുധീഷും കൂടി ബാഗുകളൊക്കെ എടുത്ത് ഡിക്കിയിലേക്ക് വയ്ക്കുമ്പോഴേക്കും അവരുടെ രണ്ടുപേരുടെയും തല കൂട്ടിമുട്ടാണ്. സുധീഷ് നിധിയെ നോക്കിക്കൊണ്ട് സോറി എന്ന് പറയുമ്പോൾ, ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്നവളും പറയാണ്. അല്ല, ഇങ്ങനെ കൂട്ടിമുട്ടുമെന്ന് ഞാനും കരുതിയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ അവളും അവനെ ഒന്ന് നോക്കുന്നുണ്ട്. അല്ല, ഒന്നുകൂടി മുട്ടണോ എന്നവൻ ചോദിക്കുമ്പോൾ എന്തിനാ എന്നവളും ചോദിക്കുകയാണ്. അല്ല, ഒന്നുകൂടി മുട്ടിയില്ലെങ്കിൽ കൊമ്പ് മുഴക്കുമെന്ന് ഒരു തമിഴ് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ, അങ്ങനെ ചെയ്താലേ കണ്ണു കുത്തി പൊട്ടിക്കണമെന്ന് ഒരു തെലുങ്ക് സിനിമയിലും പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യണോ എന്നവൾ ചോദിക്കുമ്പോൾ ഏയ് വേണ്ട എന്നവന് പറയാണ്. അപ്പോഴേക്കും സുഭാഷും ചാന്ദിനിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വന്ന് തൻ്റെ ബാഗ് ഡിക്കിയിലേക്ക് വയ്ക്കുന്നുണ്ട്. അച്ഛനും അവൻ്റെ പുറകെ വന്ന് ഒരു കവറെടുത്ത് ഡിക്കിയിലേക്ക് വയ്ക്കാണ്. അച്ഛൻ തിരിച്ചു പോകുമ്പോഴേക്കും ഇയാളല്ലേ ബസ്സിൽ വരുമെന്ന് പറഞ്ഞത് എന്ന് സുധീഷ് പറയുമ്പോൾ വിട്ടേക്കടാ വന്നോട്ടെ എന്ന് സുഭാഷും പറയാണ്. അപ്പോൾ വണ്ടിയിൽ ഒരു സൗകര്യം കിട്ടില്ല എന്ന് ഉറപ്പായി എന്നവൻ പറയുമ്പോഴേക്കും നികേഷും തൻ്റെ ബാഗുമായി വരുന്നുണ്ട്. എന്തിനാടാ ഇത്ര വലിയ ബാഗ്? 1 മാസത്തെ പരിപാടിയൊന്നുമല്ല, 2 ദിവസത്തെ പരിപാടിയാ എന്ന് സുധീഷ് പറയുമ്പോൾ, അമ്പലത്തിൽ കുറേ ആളൊക്കെ വരുന്നതല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് ഒന്ന് ഇംപ്രസ് ചെയ്യാലോ എന്ന് കരുതി എന്ന് നികേഷ് പറയുമ്പോഴേക്കും എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് ഡിക്കിയിലേക്ക് വെച്ച് എല്ലാവരും പുറപ്പെടാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്ന് ഈ നാരങ്ങ വണ്ടിയുടെ ടയറിനടിയിൽ വയ്ക്കേ എന്ന് അച്ഛൻ പറയുമ്പോൾ സുധീഷും നാരങ്ങ ടയറിനടിയിൽ വയ്ക്കുന്നുണ്ട്. അച്ഛനൊരു തേങ്ങ എടുത്ത് അമ്പലത്തിൽ പോകുമ്പോൾ ആചാരപ്രകാരം വേണം പോവാൻ എന്ന് പറഞ്ഞ് അതിൽ തിരി കൊളുത്തി വണ്ടി മുഴുവൻ ഒഴിഞ്ഞ് തേങ്ങ നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും യാത്ര പുറപ്പെടുകയാണ്. എല്ലാവരും വണ്ടിയിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴേക്കും സുധീഷ് കണ്ണാടിയിലൂടെ നിധിയെ നോക്കുന്നത് കണ്ട് അച്ഛനും പെട്ടെന്ന് അവനെ നോക്കിക്കൊണ്ട്, നേരെ നോക്കി വണ്ടി ഓടിക്കടാ, അല്ലെങ്കിൽ വല്ല പാണ്ടിലോറിയും വന്ന് കയറും, പിന്നെ പൊടി പോലും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാച്ചാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ എന്ന് സുഭാഷ് പറയുമ്പോൾ, ഞാൻ പറയുന്നതാടാ വേണ്ടുന്ന കാര്യം എന്ന് അച്ഛനും പറയുന്നുണ്ട്. മിസ്റ്റർ ഭാസ്കരൻ, ഈ മാടായിപ്പാറയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, മിസ്റ്റർ ഡ്രൈവർ നേരെ നോക്കി ശ്രദ്ധയോടെ മണിക്കൂറിൽ 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ കൃത്യം 1.25 മണിക്കൂർ ഓക്കെ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, അവിടെ ചെന്നിട്ട് നമ്മൾ എവിടാ താമസിക്കുക എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് വല്ല ലോഡ്ജ് നോക്കാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അതൊന്നും വേണ്ട, താമസിക്കേണ്ട കാര്യമൊക്കെ ഞാൻ വിളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കീശയിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ഇതങ്ങോട്ട് കൊടുത്തേ എന്ന് പറഞ്ഞ് സുഭാഷിന് നീട്ടുന്നുണ്ട് അച്ഛൻ. ഇത് മണി എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പറാ, ഞാൻ വിളിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ കുളിച്ച് തൊഴാനായി വരുന്നവർക്ക് ദിവസ വാടകയ്ക്ക് കൊടുക്കുന്ന കുറെ വീടുകൾ അവിടെയുണ്ട്, അതിലേതെങ്കിലും ഒന്ന് അവൻ ശരിയാക്കി വെക്കും. എങ്കിൽ ശരി, ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ സീറ്റിൽ ചാരി കിടക്കുന്നുണ്ട്. ഒരു പോക്കറ്റ് റോഡിൽ എത്തുമ്പോഴേക്കും സുധീഷ് കാർ നിർത്തുന്നത് അറിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് എത്തിയോടാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ സ്ഥലം എത്തി, ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല എന്നവൻ പറയുമ്പോൾ, ആദ്യം നീ കാറിൽ നിന്ന് ഇറങ്ങ് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും അച്ഛനും പുറകെ തന്നെ സുഭാഷും ഹരീഷും നികേഷും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ മണി എന്ന ആളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ എന്ന് അച്ഛൻ പറയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി സുധീഷ് മണി എന്ന ആളെ വിളിക്കുന്നുണ്ട്. അയാൾക്ക് തങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും മണിച്ചേട്ടനും അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും എങ്ങോട്ടും നടന്നു പോകുന്നത് കണ്ട് എങ്ങോട്ടാ വഴിതെറ്റും എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എൻ്റെ നാട്ടിൽ വന്നിട്ട് എനിക്ക് വഴിതെറ്റാനോ എന്ന് അച്ഛൻ പറയുമ്പോൾ, വീട് കണ്ടുപിടിക്കണ്ടേ എന്ന് സുധീഷും ചോദിക്കുകയാണ്. എടാ, ഈ വീട് വരെ പറഞ്ഞ് റെഡിയാക്കാമെങ്കിൽ അങ്ങോട്ട് എത്താനും എനിക്ക് ഈ നാടെന്നെ മാടി വിളിക്കുന്നുണ്ടാ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനെയും കൂട്ടി പാട്ടും പാടി അച്ഛൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ മണിച്ചേട്ടൻ ഒരു സ്കൂട്ടിയിൽ അവരുടെ അടുത്ത് എത്തുന്നുണ്ട്. ഭാസ്കരൻ പറഞ്ഞ ആളാണോ എന്ന് മണിച്ചേട്ടൻ ചോദിക്കുമ്പോൾ അതെ എന്ന് സുധീഷും പറയാണ്. എവിടെ അച്ഛൻ എന്നയാൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് നടന്നു പോയി എന്ന് അവരും പറയുന്നുണ്ട്. എങ്ങോട്ടാ
എന്ന് അയാൾ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അവരും പറയാണ്. എങ്കിൽ ശരി നിങ്ങൾ വാ വീട് കാണിച്ചു തരാം എന്നും പറഞ്ഞ് മണിച്ചേട്ടൻ അവരെയും കൂട്ടി ഒരു വീടിന് മുന്നിലെത്തുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ വീട് എന്നവരെല്ലാവരും കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും മണിച്ചേട്ടൻ പറയുന്നുണ്ട്, പിന്നെ മാടായിപ്പാറ തറവാട്ടമ്പലമായിട്ടുള്ളവർ വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമായത്, ഹോട്ടലിലും ലോഡ്ജുകളിലൊന്നും ശുദ്ധാശുദ്ധം പാലിക്കാൻ പറ്റില്ലല്ലോ എന്നയാൾ പറയുമ്പോൾ അത്രയ്ക്കൊക്കെ ആളുകളുള്ള വലിയ തറവാടാണോ ഇത് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ 10-60 കൊല്ലം പഴക്കമുള്ള അമ്പലമല്ലേ, ഇതിനിടയിൽ എത്ര കുടുംബം ശാഖകളായി വന്നിട്ടുണ്ടാവും. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ തറവാട്ടിലെ ആൾക്കാരുണ്ട്, എല്ലാവരും തൊഴാൻ വരാറുണ്ട്. എല്ലാവർക്കും കൂടി ഇവിടെ പറ്റുമോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നോക്കാടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. മോനെ, അകത്ത് 3 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ നിങ്ങൾ തിരുവനന്തപുരത്തുകാരല്ലേ, ഇന്നലെ മുതൽ തിരുവനന്തപുരത്തു നിന്നുള്ള വേറൊരു കുടുംബം കൂടി ഇവിടെ ഉണ്ട് എന്നയാൾ പറയുമ്പോഴേക്കും സുനന്ദയും പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത്ഭുതത്തോടെ സുഭാഷിനെ നോക്കി സുഭാഷേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷും ഒരു ഞെട്ടലോടെ അവളെ നോക്കി നിൽക്കാണ്. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആഹാ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാലോ, എല്ലാവരും അറിയുന്നവരാണോ എന്ന് മണിച്ചേട്ടനും ചോദിക്കുന്നുണ്ട്. പരിചയക്കാർ മാത്രമല്ല ബന്ധുക്കളും കൂടിയാ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും ആഹാ കൊള്ളാലോ എന്ന് മണിച്ചേട്ടനും പറയുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞാൽ ഇവിടെ ഒരു വഴിപാട് നടത്താന്ന് അമ്മ പറഞ്ഞിരുന്നു, അതിന് വന്നതാ. അമ്മയും വന്നിട്ടുണ്ട് എന്ന് സുനന്ദ പറയുമ്പോഴേക്കും ആഹാ ബെസ്റ്റ് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എങ്കിൽ ശരി നിങ്ങൾ സംസാരിക്കും, ഞാൻ ഇറങ്ങട്ടെ, നാളെ അമ്പലത്തിൽ കാണാം എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അമ്മായിയും അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. സ്വസ്ഥമായിട്ടൊന്നും തൊഴാന്ന് കരുതിയ ഇവിടെയും സമാധാനം തരില്ലേ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ ഈ തറവാട്ടമ്പലം അമ്മാവിന് ശ്രീധനായിട്ട് കിട്ടിയൊന്നും അല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ആട്ടയോട്ടും പോലെ പുറകെ തന്നെ ഉണ്ടല്ലോ എന്ന് അമ്മായി പറയുമ്പോഴേക്കും ദേ അമ്മായി, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇത് തറവാട്ടമ്പലം തന്നെയാ, നിങ്ങൾ എങ്ങനെയാണോ വന്നത് ഞങ്ങളും അതുപോലെ തൊഴാൻ തന്നെയാ വന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ എടാ സുധീഷേ എന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെപ്പറ്റി എനിക്കൊന്നും അറിയാത്തതല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കും എന്ന് അമ്മായി പറയുമ്പോൾ എന്റെ പൊന്നമ്മായി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി വന്നതാ, പിന്നെ സ്ഥലം പറഞ്ഞു തന്നത് വല്യച്ഛൻ തന്നെയാ എന്ന് സുഭാഷ് പറയുമ്പോൾ ഗംഗട്ട് നിങ്ങൾക്ക് അഡ്രസ് തന്നെന്നോ, എന്തിനാടാ വെറുതെ കള്ളം പറയുന്നേ, സുനന്ദയും അശ്വിനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലേ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ എന്തൊക്കെയാ അമ്മായി പറയുന്നേ, ഇത്രയും ദൂരെ വണ്ടി ഓടിച്ച് വന്ന് ബഹളം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്ക്, നേരെ സുനന്ദയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയപ്പോഴേ അതല്ലേ എളുപ്പം എന്ന് സുധീഷ് പറയുമ്പോൾ അമ്പലത്തിൽ തൊഴാനാ വന്നതെന്ന് പറഞ്ഞില്ലേ അമ്മേ, പിന്നെ എന്തിനാ അവരൊന്ന് പറയുന്നേ എന്ന് സുനന്ദ പറയുമ്പോഴേക്കും നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അമ്മായിയും പറയുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ ആവായിരുന്നു, അതുണ്ടാക്കാത്തോണ്ടാ നിങ്ങളുടെ മോളിൽ ഇപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അപ്പോഴേക്കും അശ്വിനും സുനന്ദ എന്ന് വിളിക്കുന്നത് കേട്ട് ഇങ്ങോട്ട് വാ അശ്വിൻ, ഇവിടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ എന്ന് പറയുമ്പോൾ അശ്വിൻ ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ സുഭാഷേട്ടനോ എന്ന് പറഞ്ഞ് സുഭാഷേട്ടന് കൈയും കൊടുത്തുകൊണ്ട് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഖം, ഞങ്ങൾ ഇവിടെ തൊഴാൻ വന്നതാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, എല്ലാവരും അകത്തേക്ക് വാ എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ഞങ്ങൾ ലഗേജ് എടുക്കാം എന്ന് പറഞ്ഞ സുധീഷ് ഹരീഷൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നിധിയെയും ചാന്ദിനെയും കൂട്ടി അകത്തേക്ക് പോവാണ് സുനന്ദ. ലളിതയും വീടിന്റെ പിൻവശത്തേക്ക് വന്ന് ഗംഗേട്ടനെ വിളിച്ചുകൊണ്ട് ഗംഗേട്ടനാണോ ഇവർക്ക് ഇങ്ങോട്ടുള്ള അഡ്രസ്സ് കൊടുത്തേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ഗംഗേട്ടനും പറയാണ്. ഞാനിവിടെ ഉണ്ടെന്ന് അറിയില്ലേ, പിന്നെന്തിനാ കൊടുത്തേ എന്ന് ലളിത ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടെന്നാ കരുതിയത്, പിന്നെ സ്വാമി നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു പോയതാ എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. സ്വാമിയോ, ഏത് സ്വാമി എന്ന് ലളിത ചോദിക്കുമ്പോൾ അതെ, സ്വാമി സ്വപ്നത്തിൽ വന്ന് നേരിട്ട് പറഞ്ഞു, പിന്നെ കൊടുക്കാതിരുന്നിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് കരുതി കൊടുത്തതാ എന്ന് ഗംഗേട്ടനും പറയുന്നുണ്ട്. ലളിതയും ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ സുഭാഷും ചാന്ദിനിയും സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. നികേഷും ഹരീഷും തൊട്ടടുത്ത് തന്നെ ഫോൺ നോക്കിക്കൊണ്ട് കസേരയിലിരിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷിനെയും ചാന്ദിനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കീഴ്ക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും